ഡോക്ടർ, ഈ പുകവലിയെക്കുറിച്ച് സംസാരിച്ചു. ഈ പുകവലി മൂലം അസുഖം ബാധിക്കുന്നത് ഏതെങ്കിലും സ്പെസിഫിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏജ് ഓഫ് ആളുകളെയാണോ? അങ്ങനെ മുമ്പത്തെ സ്റ്റഡികളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അത് ആണുങ്ങളിലാണ് കൂടുതൽ ഉണ്ടാവുന്നത്. ഇപ്പോൾ സ്ത്രീകളും ഒരുപാട് അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ അവർക്കും വരുന്നുണ്ട്. എല്ലാ ഏജ് ഗ്രൂപ്പിലും ഇത് വളരെയധികം സീരിയസ് ആയിട്ടുള്ള, ഈവൻ കൊച്ചുകുട്ടികളായിട്ട് പ്രായമുള്ളവരും എല്ലാവർക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ രസകരം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുണ്ടായിട്ടുള്ള മുമ്പ് ഉണ്ടായ ഒരു 60-70 വയസ്സായിട്ടുള്ള ഒരു അമ്മ ഇതേപോലെ തന്നെ ഞങ്ങളുടെ അസുഖത്തിന് ട്രീറ്റ്മെന്റിന് വേണ്ടി ഞങ്ങളുടെ അടുത്തേക്ക് വരണം. അപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നു, സർജറിക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നു. പക്ഷെ എന്ത് വന്നാലും ആരോഗ്യം കിട്ടുന്നില്ല, ഫിറ്റ്നസ് എന്നുള്ള ഒരു ലെവലിലേക്ക് ആള് വരുന്നില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ വെച്ചേക്ക് വീട്ടിലാരെങ്കിലും പുക വലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു, ഇല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സ്പെസിഫിക് ആയിട്ട് ഉമ്മ എത്ര സിഗരറ്റ് വലിക്കും? എൻ്റെ പൊന്നു മോനെ, ഞാൻ സിഗരറ്റ് വലിക്കാറില്ല, ഒരു 3 കെട്ട് ബീഡി മാത്രമേ ഞാൻ വലിക്കാറുള്ളൂ. പക്ഷെ അത് ആൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള ലങ്സിന് ഉണ്ടാക്കിയിട്ടുള്ള കേടുപാടുകൾ അത്ര അധികം കേടുപാടുകളായിരുന്നു. പക്ഷേ ഒരാഴ്ചയോളം ആളെ ട്രീറ്റ് ചെയ്ത് ആളെ സെറ്റ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് സർജറി ചെയ്യാനൊക്കെ അന്ന് സാധിച്ചത്. ഇത് എല്ലാ ജെൻഡറിനെയും ബാധിക്കുന്നുണ്ട്, എല്ലാ ഏജ് ഗ്രൂപ്പിനെയും ബാധിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഴിയാവുന്ന ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് ബെസ്റ്റ് ഫോർ യു ആൻഡ് യുവർ ഫാമിലി ടു.